രാവിലെ 10 മണി. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. എൻ്റെ യാത്ര എറണാകുളത്ത് നിന്ന് തുടങ്ങി ആലുവ, പെരുമ്പാവൂർ, കോതമംഗലം, നേര്യമംഗലമൊക്കെ കടന്ന് അടിമാലിയും മൂന്നാറും ഒക്കെ കഴിഞ്ഞ് കാന്തല്ലൂരുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ നിന്നും തമിഴ്നാട്ടിലെ ഉടുമൽപേട്ടയ്ക്കടുത്തുള്ള ഒരു കാർഷിക ഗ്രാമത്തിലേക്ക്. ബസ്സിൻ്റെ മുൻ സീറ്റിലിരുന്നുള്ള എൻ്റെ യാത്ര ഇപ്പോൾ എടപ്പള്ളിയിലാണ് എത്തി നിൽക്കുന്നത്. അങ്ങകലെ കാർമേഘം കാണാം. ഞാൻ ഈ യാത്ര ചെയ്യുന്ന സമയം കേരളത്തിൽ നല്ല മഴയുള്ള സമയമാണ്. വൈകാതെ പേമാരി പെയ്തു തുടങ്ങി. യാത്രയെ എത്രത്തോളം ബാധിക്കുമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആലുവയിലാണ്. ആലുവയിലെ KSRTC ബസ് സ്റ്റാൻഡിൽ. അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. ഇപ്പോൾ കോതമംഗലമാണ് ഈ കാണുന്നത്. തിങ്കളാഴ്ചയാണ് ദിവസം. ടൗൺ സജീവമാണ്. അവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ നേര്യമംഗലമാണ് ഇത്. മലയോര ഗ്രാമമാണ്. കൃഷിയാണ് നേര്യമംഗലംകാരുടെ പ്രധാന തൊഴിൽ. വൈകാതെ നമ്മൾ പെരിയാർ നദിക്ക് കുറുകെയുള്ള പ്രശസ്തമായിട്ടുള്ള നേര്യമംഗലം പാലം കയറുകയാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യ ആർച്ച് പാലം. 1924 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതുലക്ഷ്മി ബായിയുടെ കാലത്ത് നിർമ്മാണം ആരംഭിച്ച് 1935 ശ്രീ ചിത്തിര തിരുനാൾ രാമവർമ്മ ഗതാഗതത്തിന് തുറന്നു കൊടുത്ത പാലം. ഇനി നമ്മൾ കുറേ ദൂരം നേര്യമംഗലം വനത്തിലൂടെയാണ് കേട്ടോ യാത്ര. പാലം കയറുന്നതോടുകൂടി നമ്മൾ ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിച്ചു. ആലുവയിൽ നിന്നും തുടങ്ങി മൂന്നാർ വരെ നീണ്ടു കിടക്കുന്ന SH-16 ഇത്. മഴ അല്പം ശമിച്ചപ്പോൾ മൂടൽമഞ്ഞിൻ്റെ പുതപ്പ് വീണ വനപാത കുറച്ചുകൂടി മനോഹരിയായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഈ പോകുന്ന മറയൂര്, കാന്തല്ലൂരൊക്കെ BSNL, ജിയോ എന്നീ 2 നെറ്റ്വർക്കിന് നിലവിൽ റേഞ്ച് ഉള്ളൂ. ചിയാപ്പാറ വെള്ളച്ചാട്ടം മൂന്നാറിലേക്ക് പോകുന്ന സഞ്ചാരികളുടെ പ്രധാന ഇടത്താവളമാണ്. നമ്മുടെ ലക്ഷ്യം ഇതല്ലാത്തതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇത് മറ്റൊരു വെള്ളച്ചാട്ടം, വാളറ വെള്ളച്ചാട്ടം. ഉച്ചയായി. അടിമാലി എത്തി. ബസ് ഒരു 10 മിനിറ്റ് സമയം അനുവദിച്ചിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ. അങ്ങനെ അടിമാലി ബസ് സ്റ്റാൻഡിൽ ഞാൻ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. പല ഗ്രാമങ്ങളും ചെറിയ ചെറിയ പട്ടണങ്ങളും ഒക്കെ കണ്ടാണ് യാത്ര. അതുകൂടാതെ തണുപ്പും മെല്ലെ മെല്ലെ കൂടി വരുന്നുണ്ട്. മൂന്നാർ എത്തി എന്ന സൂചന പോലെ മൂന്നാറിനെ കൂടുതൽ സുന്ദരിയാക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചയാണ്. മഴ ഒരു വില്ലനായി തന്നെ നിൽക്കുകയാണ്. പുറത്തെ കാഴ്ചകളുടെ മനോഹാരിതയൊക്കെ ചിത്രീകരിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടവും എനിക്കുണ്ട്. സാരമില്ല, ഈ എപ്പിസോഡ് കാണുന്ന പലരും പലവട്ടം വന്നിട്ടുള്ളവരായിരിക്കാം ഇവിടെയൊക്കെ, അല്ലെങ്കിൽ മറ്റ് യാത്രാ ചാനലുകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് മഴ തെല്ലെന്ന് കുറയുമ്പോൾ സൈഡ് വിൻഡോ ഷട്ടറൊക്കെ തുറന്ന് കാഴ്ചകൾ ആസ്വദിക്കുകയാണ് ഞാൻ. മൂന്നാർ എത്തി. ഈ വലതുവശത്ത് കാണുന്നതാണ് KSRTC ബസ് ഡിപ്പോ. മൂന്നാർ ടൗണാണ് ഇത്. കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു പീഡികത്തിണയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഞാൻ. കാന്തല്ലൂരിലേക്കുള്ള ബസ് മറ്റൊരു സ്ഥലത്താണ് നിൽക്കുക. രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. മൂന്നാറിനെ ആകെ പ്രളയം കൊണ്ടുപോയ 100 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു മഴക്കാലം. കാന്തല്ലൂർ പോകുന്ന ഒരു ബസ്സിൽ കയറി. തണുപ്പ് കൂടുതലാണെന്ന് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞത് പ്രകാരം ജാക്കറ്റൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പുതിയ മൂന്നാറിൻ്റെ വഴികളിലൂടെ ബസ് നീങ്ങി തുടങ്ങി. പുറത്ത് നല്ല മഴയാണ്. ഇത് ഇരുവശങ്ങളിലും ചില്ലുകളുള്ള ഒരു പ്രൈവറ്റ് ബസ്സാണ്. മഴത്തുള്ളികളെ വകവയ്ക്കാതെ എൻ്റെ ക്യാമറ കണ്ണുകൾ നന്നേ പ്രയാസപ്പെട്ട് പുറത്തെ കാഴ്ചകൾ എനിക്ക് വേണ്ടി ഒപ്പിത്തരുന്നുണ്ട്. നേരം ഇരുട്ടുന്നതിൻ്റെയും മഴയുടെ പ്രഹരവും പുറത്തെ കാഴ്ചകൾക്ക് തെല്ലൊരു മങ്ങലേൽപ്പിക്കുന്നുണ്ട്. ആ മനോഹാരിത ആസ്വദിക്കുമ്പോൾ എൻ്റെ വാച്ചിൽ സമയം 6:30 കഴിഞ്ഞിരിക്കുന്നു. രാവിലെ 10 മണിക്ക് പുറപ്പെട്ടതാണ്. ഇനിയും നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല. ഞാൻ ദൂരയാത്രയ്ക്ക് എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് KSRTC ബസ്സിനെയാണ്. യാത്രാസുഖവും മുൻ സീറ്റിലിരുന്ന് കാഴ്ചകൾ കാണാനുള്ള ഒരു അവസരവും KSRTC ബസ് നമുക്ക് തരും. ഇത് മറയൂരാണ്, കാന്തല്ലൂരിന് തൊട്ടു മുൻപുള്ള പ്രധാന പട്ടണം. അത്യാവശ്യം വേണ്ട എല്ലാം ലഭിക്കുന്ന ഒരു കൊച്ചുപട്ടണം, അല്ലെങ്കിൽ വലിയ ഗ്രാമം എന്നൊക്കെ നമുക്കിവിടെ വിശേഷിപ്പിക്കാം. കൃഷി തന്നെയാണ് ഇവിടുത്തുകാരുടെ പ്രധാന വരുമാനം. അതിൽ പ്രധാനി കരിമ്പാണ്. മറയൂർ ശർക്കരയ്ക്ക് പേര് കേട്ട സ്ഥലമാണല്ലോ ഇത്.
കൂടാതെ ടൂറിസവും. ബസ് നല്ല വേഗത്തിൽ ചീറിപ്പായുകയാണ്. കോവിൽക്കടവ് അമ്പലത്തിൽ വെള്ളം കയറിയിരിക്കുന്നു. ഇതേ മഴയാണെങ്കിൽ നാളത്തെ എൻ്റെ ചിത്രീകരണം എങ്ങനെയാകുമെന്നുള്ള നിരാശയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെ എൻ്റെ പ്രിയ സുഹൃത്ത് മസിലാമണി ആംബ്രോസിനെ കണ്ടു. മണി, അങ്ങനെയാണ് ഞങ്ങൾ സുഹൃത്തുക്കൾ ഇവനെ വിളിക്കുന്നത്. ബസ്സിറങ്ങി കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വന്നു ഇദ്ദേഹത്തിൻ്റെ വരവിന്. ഫോണിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് വിളിക്കാനും പറ്റിയില്ല. നന്നേ ഇരുൾ വീണിരിക്കുന്നു. കാഴ്ചകളൊക്കെ അവ്യക്തമായി തുടങ്ങി. മണിയുടെ വീടിൻ്റെ സമീപം കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നടന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു കട്ടൻ ചായയുമായി മണിയുടെ വീടിൻ്റെ പുറത്തേക്കിറങ്ങി. പ്രകൃതിയുടെ വരദാനം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരിടം. മണിയുടെ വീട്ടിൽ ആപ്പിൾ മരത്തിൽ ആപ്പിൾ ഉണ്ടായി കിടക്കുന്നുണ്ട്. പുറത്തെ തണുപ്പും ചൂട് കട്ടൻ ചായയും പ്രകൃതിയൊക്കെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുമ്പോൾ മണിയും വന്നു. മണിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ റോസാപ്പൂക്കളുടെ ക്ലോസപ്പ് ഷൂട്ടുകൾ എടുക്കുകയാണ് ഞാനിപ്പോൾ. ഇതാണ് മണിയുടെ വീട്, അദ്ദേഹത്തിൻ്റെ സുന്ദര ഗ്രാമം. കാന്തല്ലൂർ പ്രധാന ജംഗ്ഷനാണിത്. ടൂറിസമാണ് ഈ ഗ്രാമത്തിലെ പല വീടുകളിലെയും വരുമാനം. കൂടാതെ കൃഷിയും ഒരു വരുമാനമാർഗം തന്നെയാണ്. കൊച്ചു കൊച്ചു സൗകര്യങ്ങളൊക്കെയുള്ള ഒരു സുന്ദര നാട്. ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങാൻ നിൽക്കുകയാണ് ഞങ്ങൾ. ഇന്നലെ മണിയുടെ അമ്മയാണ് അത്താഴമാക്കി തന്നത്. അമ്മയ്ക്കിപ്പോൾ കുറച്ച് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഹോട്ടലിൽ നിന്ന് മതി ഭക്ഷണമെന്ന് ഞാനാണ് മണിയോട് പറഞ്ഞത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് റെഡിയായി ഞങ്ങൾ ഇറങ്ങി. ഇന്ന് കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ എത്തുമ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടം ഇന്നലെ ചിത്രീകരിച്ചപ്പോൾ മൊത്തം ഇരുട്ടിലായിരുന്നു. മഴയാണ് ഇന്നും വില്ലൻ. 17 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ താപനില. സുന്ദരമായ കാലാവസ്ഥ. എപ്പോഴും ഇങ്ങനെ തണുപ്പാണ് ഈ നാട്ടിൽ. കാന്തല്ലൂര്, മറയൂര്, മൂന്നാർ, ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയാം. നമ്മൾ കൂടുതലായിട്ട് പോകുന്നത് തണുപ്പ് ആസ്വദിക്കാൻ കൂടിയാണല്ലോ. അങ്ങനെ മണി കാർ എടുത്തു വന്നു. ഞാൻ അതിലേക്ക് കയറി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് മണി, മസിലാമണി ആംബ്രോസ്. ഇവിടെ അടുത്തൊരു സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനാണ് ഇദ്ദേഹം. നല്ലൊരു സംഗീതജ്ഞനും. എൻ്റെ ഒരു ആൽബം ഓർക്കസ്ട്ര ചെയ്തത് ഇദ്ദേഹമാണ്. ആളൊരു രസികനുമാണ്. മണി എറണാകുളത്തുണ്ടായിരുന്ന സമയങ്ങൾ മുഴുവൻ ഞങ്ങൾ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് കൂടുമായിരുന്നു. പാട്ടും കഥയും സിനിമയും ഒക്കെയായിരുന്നു ഞങ്ങളുടെ ചർച്ചാ വിഷയങ്ങൾ. മണിയുടെ വിവാഹത്തിനാണ് ഞാൻ ആദ്യം കാന്തല്ലൂർ വരുന്നത്, എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം. ഇപ്പോൾ മണിക്ക് ഒരു കുഞ്ഞു ബേബിയുണ്ട്. ആ കാണുന്നതാണ് ഭ്രമരം പോയിന്റ്. 2009 ബ്ലസ്സി സാറ് സംവിധാനം ചെയ്ത ഭ്രമരം എന്ന സിനിമ, നമ്മുടെ ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായി വന്ന സിനിമ, അവിടെയാണ് ചിത്രീകരിച്ചത്. ഇന്നലെ ബസ് ഇറങ്ങിയ സ്ഥലമാണിത്. ഇരുട്ടായതിനാൽ ഇന്നലെ ഇവിടെ ഒന്നും ചിത്രീകരിക്കാൻ സാധിച്ചില്ല. ബസ് ഇറങ്ങി ഒരല്പനേരം കാത്തിരിക്കേണ്ട വന്നു മണി വരാനായിട്ട്. വളരെ വളരെ മനോഹരമായ ഒരു സ്ഥലം. ഇപ്പോൾ ഞങ്ങൾ ഇവിടെയൊന്നും ഇറങ്ങുന്നില്ല. നാളെ ഈ പരിസരമൊക്കെ വന്ന് വിശദമായിട്ട് ചിത്രീകരിക്കാമെന്നാണ് ഞങ്ങളുടെ പ്ലാനിങ്. ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു സ്ഥലമാണിത്. പ്രകൃതിയുടെ അത്ഭുതങ്ങൾ, പ്രകൃതിക്ക് വേണ്ടി മനുഷ്യന്മാർ കൊടുത്ത അത്ഭുതങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ സംഹാര താണ്ഡവമാടിയ പാമ്പാർ നദിയാണിത്. അവൻ്റെ രൗദ്രഭാവം തെല്ലൊന്ന് കുറഞ്ഞിട്ടുണ്ട്. കോവിൽക്കടവ് പ്രദേശമാണിത്. മറയൂരിനും കാന്തല്ലൂരിനും നടുവിലുള്ള ഒരു കൊച്ചു പട്ടണം. പാമ്പാർ നദി കേരളത്തിലൂടെയും തമിഴ്നാട്ടിലൂടെയും ഒഴുകുന്ന നദിയാണ് പാമ്പാർ. കേരളത്തിൽ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. അതിൽ ഒന്നാണ് പാമ്പാർ. കബനിയും ഭവാനിയുമാണ് മറ്റ് 2 നദികൾ. വീണ്ടും യാത്ര തുടർന്നു. പോകുന്ന വഴികളിൽ ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങൾ ഒരുപാട് കാണാം. എവിടെയും പച്ചപ്പിൻ്റെ ഒരു മനോഹാരിതയാണ്. പ്രകൃതിയുടെ സൗന്ദര്യം മനസ്സറിഞ്ഞ് ആസ്വദിക്കാൻ പറ്റിയ ഒരു സുന്ദര നാട്. ഞാൻ വിചാരിച്ചതുപോലെ മഴ എന്നെ തോൽപ്പിക്കാൻ വന്നില്ല. അവിടെയാണ് എനിക്ക് വലിയൊരു ആശ്വാസം. വീണ്ടും യാത്ര തുടരുകയാണ്. ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട്.
ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയുള്ള യാത്രയാണിത്. പ്രധാന ആകർഷണ കേന്ദ്രമായ തൂവാനം വെള്ളച്ചാട്ടമാണ് ആ കാണുന്നത്. പാമ്പാർ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം. മുതുവ, ഹിൽ പുലയ എന്നീ 2 ആദിവാസി സമൂഹങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. 11 ആദിവാസി കോളനികളിലായിട്ടാണ് ഇവർ ഇവിടെ താമസിക്കുന്നത്. ആന, പുള്ളിപ്പുലി, പുള്ളിമാൻ, കടുവ, ഗൗറ്, സാമ്പാർമാൻ, കോമൺ ലഗൂർ എന്നു തുടങ്ങി ഒട്ടനവധി നിരവധി ജീവജാലങ്ങൾ ഈ വനത്തിലുണ്ട്. 28ഓളം സസ്തനികൾ, 225 ഇനം പക്ഷികൾ, 29 ഇനം പാമ്പുകൾ, 52 ഇനം ഉരഗങ്ങൾ ഒക്കെ ഈ വന്യജീവി സങ്കേതത്തിലുണ്ട്. താഴെ മലഞ്ചെരുവിലൂടെ പാമ്പാർ നദി തമിഴ്നാട്ടിലേക്ക് ഒഴുകുകയാണ്. വീണ്ടും യാത്ര തുടങ്ങി. പോകുന്ന വഴി നിരവധി കാഴ്ചകളാണ്. മയിലും കുരങ്ങും അങ്ങനെ ഒരുപാട്. വളരെ ശാന്തമായ ഒരു സ്ഥലം, ഒരു പ്രദേശം. പോകുന്ന വഴി റോഡുകളെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ വരുന്ന വഴി ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകൾ അല്പം നിലവാരം കുറഞ്ഞുപോയോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവരാണ് കുരങ്ങ് വർഗത്തിൽപ്പെട്ട കോമൺ ലഗൂർ. ഹനുമാൻ കുരങ്ങ് എന്നാണ് ഇവരെ പ്രാദേശികമായിട്ട് അറിയപ്പെടുന്നത്. ഹിന്ദു പുരാണവുമായിട്ട് ഇവർക്ക് വളരെയധികം ബന്ധമുണ്ട്. ഈ കുരങ്ങുകളെ ഹനുമാന്റെ വാനരസേനയിൽ അംഗങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. ഇവയുടെ കൈയും മുഖവും സീതയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ പൊള്ളി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കേരള അതിർത്തി ഞങ്ങളെത്തി. ഞങ്ങൾ തമിഴ്നാട് കടക്കുകയാണ്. ചെക്ക് പോസ്റ്റിൽ നമ്മളുടെ വിവരങ്ങളും വണ്ടിയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള അനുവാദം തരും. അങ്ങനെ ഞങ്ങൾ കേരളം വിടുകയാണ്. തമിഴ്നാട്ടിലേക്കാണ് ഇനിയുള്ള യാത്ര. തമിഴ്നാടിൻ്റെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്.